പ്രവചനങ്ങൾ ഏറ്റുമതി ഇസ്രായേലിന്റെ പ്രവചന മേഖലയ്ക്ക് പുറത്തു കിടക്കുന്ന അസീരിയയെ കുറിച്ച് അത് പ്രവചിച്ചത് അക്ഷരത്തിന് നിവൃത്തിയുണ്ടായി. നമ്മൾ അറിയുന്നത് പോലെ തന്നെ ബൈബിളിന്റെ പുറത്തു നിൽക്കുന്ന ഒരു രാജ്യമാണത്. എങ്കിലും ബൈബിളിലെ ഒരു പ്രവാചകൻ ആ രാജ്യത്തെക്കുറിച്ച് വളരെ ശക്തമായി പ്രവചിക്കും. നിനവേയായിരുന്നു തലസ്ഥാന നഗരി. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾ താമസിച്ചിരുന്ന, നാഗരികമായി ഏറ്റവും മുന്നിട്ട് നിന്ന, ലോകനാഗരികതയുടെ കളിത്തൊട്ടിലെന്ന് അപരനാമത്തിൽ വിവരിക്കാൻ കഴിയുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങൾ വളർന്നു വലുതായ ആ പ്രാചീന സംസ്കാരം, ആ പ്രാചീന സംസ്കാരത്തിലെ അധികായന്മാരായ രാജാക്കന്മാരുടെ പരമ്പരയിൽപ്പെട്ട അനവധി ആളുകൾ അസൂർദാന്റെ കാലത്താണ് പ്രവാചകനായ യോന നിനവേ എന്ന രാജ്യത്തിനെതിരെ പ്രസംഗിച്ചത്. പക്ഷേ ആ പ്രവചനം പ്രത്യക്ഷരം നിവൃത്തിയാകുകയും അതുപോലെ തന്നെ നിനവേ 612 BC-യിൽ തകർന്നരിപ്പണമാകുകയും ചെയ്തു. നെബൂഖദ്നേസറുടെയും ബാബിലോണിന്റെയും ആക്രമണത്തോടുകൂടി നിനവേ എന്ന രാജ്യം തകർന്നതോടുകൂടി ബൈബിളിന്റെ പ്രവചനം കൃത്യമായ നിവൃത്തിയായി. പിന്നീട് നമ്മൾ അറിയുന്നത് ഉയർന്നു വന്ന ബാബിലോണിയ ചക്രവർത്തിയും ബാബിലോണിയ സാമ്രാജ്യവും അതിനെക്കുറിച്ച് പ്രവാചകനായ യെശയ്യാവും യിരെമ്യാവും തന്നെ അതേ കാലഘട്ടത്തിൽ പ്രവചിക്കുകയുണ്ടായി. പക്ഷേ അതും BC 612 ആരംഭിച്ച് 539 ആയപ്പോൾ അതിന്റെ പതനം കാണുകയുണ്ടായി. പിന്നെ അടിച്ചു കയറി വന്ന മറ്റൊരു സാമ്രാജ്യമാണ് നമ്മൾ അറിയുന്നത് പോലെ പേർഷ്യയെക്കുറിച്ചും ഈ ബൈബിളിൽ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നിവൃത്തിയായി. അത് കഴിഞ്ഞപ്പോൾ കൂടെ കഴിഞ്ഞപ്പോൾ അതേ പുസ്തകത്തിൽ തന്നെ പിന്നെയും മഹാനായി വരുന്ന അലക്സാണ്ടറുടെ രാജ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പതനത്തെക്കുറിച്ചും പ്രവചനപരമായി പറഞ്ഞെങ്കിൽ അത് കൃത്യമായി നിവൃത്തിയായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞത് എങ്ങനെയാണ് ചരിത്രത്തിൽ നിവൃത്തിയാകുന്നത്? പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. ഏറ്റവും ശക്തമായ രാജ്യമായി 120 സംസ്ഥാനങ്ങളുടെ സത്രാപുകൾ എന്ന പേരിൽ അറിയപ്പെട്ട 120 സംസ്ഥാനങ്ങളായി തിരിച്ച് ഇന്ത്യയുടെ വടക്കൻ മേഖലയോടെ ഉൾപ്പെടുത്തിയിരുന്ന സൈറസിന്റെ സാമ്രാജ്യമായിരുന്നു പേർഷ്യ. പക്ഷേ ആ പേർഷ്യ സാമ്രാജ്യം നിലനിൽക്കുന്ന കാലത്ത് തന്നെ മഹാനായ ദാനിയേൽ അതിനെതിരെ പ്രവചിക്കുകയുണ്ടായി. അതെന്താണ് സംഭവിച്ചത്? BC 331 ആർബലായിൽ വെച്ച് നടന്ന അതിഭയാനകമായ യുദ്ധത്തിൽ മഹാനായ അലക്സാണ്ടർ ദാര്യാവേശ് മൂന്നാമനെ വധിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ട് അതിനൊരു 450 വർഷങ്ങൾക്ക് മുമ്പ് അഥേന ചുട്ടരിച്ചതിന്റെ പ്രതികാരം തീർക്കുവാൻ അദ്ദേഹം സൂസൻ രാജധാനിക്ക് എത്തിവെച്ചപ്പോൾ പേർഷ്യൻ സാമ്രാജ്യം തിരശീല വീണു. അതുകൊണ്ട് ബൈബിളിന്റെ പ്രവചനങ്ങളെല്ലാം പ്രത്യക്ഷരം കൃത്യമായി ചരിത്രത്തിൽ നിവൃത്തിയായി ചരിത്ര പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളായി കിടക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ബൈബിൾ കേവലം ഒരു കുട്ടി പുസ്തകമല്ല, നിന്റെ കഥ പറയുന്ന പുസ്തകം കൂടെയാണ്. അത് ഞാൻ പിന്നെ പറയും. നിങ്ങളുടെ കഥ, എന്റെ കഥ, ഇതെല്ലാം വായിക്കുവാൻ ബൈബിൾ തന്നെ വായിക്കണം. എങ്ങനെയാണെന്ന് ഞാൻ പിന്നാലെ പറയും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 3 കാര്യം പറഞ്ഞു. 1, ബൈബിൾ ശാസ്ത്രീയമാണ്. 2, ബൈബിൾ തികച്ചും ചരിത്രപരമാണ്. 3, പ്രവചനപരമാണ്. ഇതെല്ലാം കൃത്യം നടത്തിയിട്ടുണ്ട്. ബൈബിൾ പറഞ്ഞ പ്രവചനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ക്രിസ്തു ജനിക്കുന്നതിന് 1000 ആണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു വെച്ചത് എവിടെയാണ് മശിഹാ ജനിക്കുന്നത്? ഇസ്രായേലിലെ ജനത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെ ആര്യന്മാരുടെയും ഏറ്റവും വലിയ പ്രതീക്ഷാംശയമായിരുന്നു ലോകോദ്ധാരകനായ ഒരു അവതാരം എന്നുള്ളത്. പേർഷ്യക്കാരുടെ പ്രതീക്ഷയായിരുന്നു. യഹൂദന്മാർ അവനെ മശിഹ എന്നാണ് വിളിച്ചത്. ഭാവി ലോകത്തിൽ വരുവാൻ പോകുന്ന ഉദ്ധാരകനെ കുറിച്ച് അവർ പറഞ്ഞത് വരുവാൻ പോകുന്ന പ്രവാചകൻ ലോകോദ്ധാരകനാണ്, അവന്റെ പേര് മശിഹ എന്നാണ്, ദൈവപുത്രൻ എന്നാണ്. ക്രിസ്ത്യാനികളല്ല, യഹൂദന്മാരാണ് പറഞ്ഞത്. അതേ കാലഘട്ടത്തിൽ തന്നെ BC 750 ആരംഭിച്ച് വളർന്നു വന്ന പേർഷ്യയിലെ സ്വരദുഷ്ടമതത്തിന്റെ ആധാര ഗ്രന്ഥമാണ് സന്തവസ്ഥ പറഞ്ഞത് സത്യത്തിന്റെ മനുഷ്യാവതാരം ആവിർഭവിക്കും. സത്യത്തിന്റെ മനുഷ്യാവതാരം ആവിർഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, സത്യത്തിന്റെ മനുഷ്യാവതാരം സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ന്യായവിധി ഉണ്ടാകും. സത്യത്തിന്റെ മനുഷ്യാവതാരം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യവർഗത്തെ ദൈവം ന്യായം വിധിക്കും. സത്യത്തിന്റെ മനുഷ്യാവതാരം അവൻ വരുമ്പോൾ ലോകത്തിൽ അവികലമായിരിക്കുന്ന അധുരമസ്ഥയുടെ സാമ്രാജ്യം സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രത്യക്ഷര നിവൃത്തിയാക്കിക്കൊണ്ടാണ് യേശു ക്രിസ്തു വന്നത്. അതുപോലെ തന്നെ ചരിത്രത്തിൽ നാം അറിയുന്നത് പോലെ ഇന്ത്യയിലെ ആര്യന്മാരെന്താണ് പറഞ്ഞത്? അവരും വരുവാൻ പോകുന്ന ഉദ്ധാരകന് പ്രജാപതി എന്നുള്ള പേരിൽ വേദങ്ങളും അത് കഴിയുമ്പോൾ സത്യമെന്നുള്ള പേരിൽ ഉപനിഷത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. എന്റെ തമസോമാ ജ്യോതിർഗമയ എന്നൊരു പുസ്തകത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആര്യന്മാർ പ്രതീക്ഷിച്ചത് വരുവാൻ പോകുന്ന പ്രജാപതി പ്രജകളുടെ പതിയായി വന്ന് പ്രജകൾക്ക് വേണ്ടി മരിക്കുന്ന ഉദ്ധാരകനായ പുരുഷൻ, അവനെക്കുറിച്ച് യാഗപുരുഷനെന്നോ യജ്ഞപുരുഷനെന്നോ പറയാം. ആ പുരുഷൻ വരുമെന്ന് പറഞ്ഞെങ്കിൽ അതിനെക്കുറിച്ച് ഉപനിഷത്തുകാരന്മാർ പറഞ്ഞത് സത്യമെന്നാണ്. എന്താണ് സത്യമെന്ന് പറഞ്ഞാൽ? സത്യമെന്ന് പറഞ്ഞാൽ 3 ധാതുക്കളുടെ സംയോഗമാണ്. സത്യം. എന്താണ് സത്യം? ദൈവത്വം.
മനുഷ്യത്വം രണ്ട് ഭാവങ്ങളെ സംയമനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദൈവത്വവും മനുഷ്യത്വവും ഒരു വ്യക്തിത്വം സംയമനം ചെയ്തിരിക്കുന്ന വ്യക്തിപ്രഭാവം ഇതാ യേശു ക്രിസ്തു ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ലോകം കണ്ട അതുല്യനായ അനുഗ്രഹീതനായ അവതാര പുരുഷനാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ആധികാരികമായി അവതരിപ്പിക്കുന്ന പുസ്തകമാണ് ഞാൻ പറഞ്ഞത് ബൈബിൾ. അതുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകം വായിക്കുമെന്ന് ശുപാർശ ചെയ്യുന്നു. ആധ്യാത്മികമായി ഈ പുസ്തകത്തിന് മാത്രമേ ആധ്യാത്മികമായി ആളുകളെ ഉദ്ധരിക്കാൻ കഴിയുള്ളൂ. ആളുകളെ ഉന്നമനത്തിലേക്ക് നയിക്കുവാൻ ഈ പുസ്തകത്തിനെ സാധിച്ചിട്ടുള്ളൂ. അതിന് ഒരു ദൃഷ്ടാന്തം കൂടെ പറയാം. ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന മാറ്റങ്ങൾ ഉണ്ടായത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറിയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? ഇവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ അന്ന് ഔയാറുന്ന പാണത്തി പാടി ഈ മണ്ണിൽ ഇടയ്ക്കാടുന്ന ഇടയൻ പാടിയ മണ്ണിൽ ഒരു സിറൈ പെരിയനെന്ന ഓച്ചരക്കാരൻ പറയൻ പാടിയ മണ്ണിൽ ഇളങ്കോവടികളെന്ന കുറവൻ പാടിയ മണ്ണിൽ കുറെ കൊഴിഞ്ഞപ്പോൾ പാണനും പറയനും കുറവനും പഠിക്കുവാൻ പറയുവാൻ അവകാശമില്ലാതെ അക്ഷരം വിലക്കപ്പെട്ട് അടിമത്വത്തിന് വിധിക്കപ്പെട്ട് അവശരെന്ന് തള്ളപ്പെട്ട് അജ്ഞതയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇവിടെ വന്ന ക്രിസ്ത്യൻ മിഷന്മാർ എന്താണ് ചെയ്തത്? അന്ന് ശൂദ്രമക്ഷര സംയുക്തം ദുരിത പരിതജ്ഞയിലും എഴുതി വെച്ചു. ശൂദ്രൻ അക്ഷാഭ്യാസം പാടില്ല, ശൂദ്രൻ പഠിക്കരുതെന്നാണ് ആര്യന്മാരുടെ മനുസ്മൃതി പറയുന്നത്. ശൂദ്രാഭ്യാസം ചെയ്ത ദൂഷനെ വർജിക്കണം. ദുർജനം കാഞ്ചനം ഭേരി ദുഷ്ടാശോ ദുഷയോഷിത ഇക്ഷിതണ്ട തിലം ശൂദ്ര മർദ്ദന ഗുണവർദ്ധനം. അതുകൊണ്ട് ഇതിനെല്ലാം ശൂദ്രനെയും മർദ്ദിക്കണം, ഗുണം വർദ്ധിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിക്കുവാൻ അവകാശമില്ല. പിന്നെ ആർക്കെല്ലാം പഠിക്കാം? ആർക്കൂടെ പഠിക്കാവുന്നത് ബ്രാഹ്മണർക്കും അത് കഴിഞ്ഞാൽ പിന്നെ വേശ്യകൾക്കുമാണ്. ബ്രാഹ്മണനെ വേദം ചൊല്ലാൻ പഠിക്കണം, വേശ്യകൾക്ക് ഇവനെ സുഖിപ്പിക്കാൻ വേണ്ടി പഠിക്കണം. ഇത് രണ്ടും പറഞ്ഞതല്ലാതെ മറ്റൊരാൾക്ക് വിദ്യാവിലക്കയുണ്ട്. എന്തിന്? സാധാരണ അവർണവർഗത്തിൽപ്പെട്ട ഒരുത്തിന് പശുവിന്റെ പാല് പോലും കുടിക്കാൻ പാടില്ലെന്നാണ് നിങ്ങൾ വിധിച്ചത്. നായും നരിയും നടക്കുന്ന ആളെയും കഴുതയും നടക്കുന്ന ഈ റോഡിൽ ഇരിക്കാലി മനുഷ്യൻ നടക്കാൻ പാടില്ല വിധി എഴുതി വെച്ച മനുവിന്റെ തത്വശാസ്ത്രം ഉച്ചൈസ്തര ഉദ്ഘോഷിതമായി ഈ മണ്ണിൽ ഇങ്ങനെ ഇപ്പോൾ എന്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു? ഇവിടെ എത്രയോ നേതാക്കന്മാരുണ്ടായി. ബൈബിൾ എന്താണ് വന്നത്? ക്രിസ്ത്യൻ മിഷന്മാർ ഇവിടെ വന്ന പടികുറ്റൻ പള്ളികൾ ഉണ്ടാക്കിയില്ല. അവർ പള്ളിയോട് ചേർന്ന് കൂടങ്ങൾ ഉണ്ടാക്കി. പള്ളിക്കൂടം പള്ളിയോട് ചേർത്ത് ഉണ്ടാക്കിയ കൂടങ്ങൾക്കിട്ട പേരാണ് പള്ളിക്കൂടം. ഈ പള്ളിക്കൂടത്തിൽ ചെന്ന് 10 അക്ഷരം പഠിച്ചതുകൊണ്ടാണ് ഡോക്ടർ പൽപ്പുവായത്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ആയത്. അതുകൊണ്ടാണ് ജഗജീവൻ റാം കേന്ദ്ര ക്യാബിനറ്റ്. അതുകൊണ്ടാണ് മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും അണ്ണാദുരയും കരുണാനിധിയും അതുപോലെ മായാവതി രാജ്യം ഭരിക്കുന്നവരായി മാറിയത് ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ട്. ഈ ബൈബിൾ ഇന്ത്യയിൽ വന്നില്ല എങ്കിൽ ഈ ജനവർഗങ്ങൾ ഉറക്കം വരികയില്ല. അടിമവർഗങ്ങളായി കിടന്ന് ഇവരെയെല്ലാം അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അറിയാവുന്ന ആളുകൾ തന്നെ ബൈബിളിന് വിരുദ്ധമായി ഞങ്ങളും ആണേ എന്ന് പറഞ്ഞടക്കുമ്പോൾ ഇത് ആണേ എന്ന് പറയാനുള്ള തന്റെ ഇടം നിനക്ക് പറയുന്നത് ബൈബിളാണ്, നീ മനസ്സിലാക്കണം. അത്രയും പറഞ്ഞാൽ ഈ ഭാഗം പിടിയാണ്. ഞാൻ KPMSനെ കുറിച്ചാണ് പറഞ്ഞത്. KPMS ആണ് ക്രിസ്ത്യാനികളെ എതിർക്കുന്ന ഇന്നത്തെ വിഭാഗം. പക്ഷേ നീ ഇത് പറയാൻ നിന്റെ നാക്കുകൾക്ക് കഴിവ് തന്നത്, നിനക്കിത് പറയാനുള്ള ആവേശം തന്നത് ബൈബിളാണ്, നീ മനസ്സിലാക്കണം. ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഒരു കാലഘട്ടത്തിൽ അക്ഷരം വിലക്കപ്പെട്ടവർക്ക് ആവേശം നൽകിയതാണ് ബൈബിൾ. TN ജയചന്ദ്രൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ജേർണലിസ്റ്റ് അതേ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾ അതിനു മുമ്പ് മനോരമയിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലേഖനത്തിന് കൊടുത്ത ശീർഷകം ഇതാണ്: നാരായണ ഗുരുവിന്റെ 10 കൽപ്പനകൾ. പക്ഷെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് നാരായണ ഗുരുവിന്റെ 10 കൽപ്പനകളല്ല, നേരെ മറിച്ച് ബൈബിളിൽ മോശെ പറഞ്ഞ 10 കൽപ്പനകളാണ്. മോശയുടെ 10 കൽപ്പനകളെ കുറിച്ച് TN ജയചന്ദ്രൻ പറഞ്ഞത് ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ അനുഗ്രഹീതമായ കൽപ്പനകളാണ് 10 കൽപ്പനകൾ. അത് അവർ കല്ലിലാണ് എഴുതി കിട്ടിയത്. പക്ഷേ കല്ലിൽ എഴുതി കിട്ടിയതായ ഈ 10 കൽപ്പനകൾ മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെ എഴുതി വെക്കേണ്ടതാണ്. അങ്ങനെ എഴുതി വെച്ച് മനഃപ്പാഠമാക്കേണ്ടതാണ്, പ്രായോഗികമാക്കേണ്ടതാണ്. ഇസ്രായേലിലെ ജനം എന്നെല്ലാം ദൈവത്തിന്റെ കൽപ്പന അംഗീകരിച്ചുവോ അനുസരിച്ചുവോ അന്നെല്ലാം അവർ അനുഗ്രഹീതരായി. എന്നെല്ലാം ദൈവത്തിന്റെ കൽപ്പന നിരസിച്ചുവോ അന്നെല്ലാം അവർ കൂട്ടം തെറ്റിയ കുഞ്ഞാട് പോലെ ചെതറിപ്പോയി. ഞാൻ പറഞ്ഞതല്ല, TN ജയചന്ദ്രൻ എഴുതി വെച്ചതാണ്. ബൈബിൾ ആരൊക്കെ വായിച്ചോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരരെ, ബൈബിൾ വായിക്കണം. ഇനി അല്പം കൂടെ കടത്തി പറഞ്ഞാൽ, അല്ലെങ്കിൽ തൊഴിലാളി സഖാക്കളെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ബൈബിൾ വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യാം. ഇവിടെയുള്ള പാവങ്ങളായ ആളുകൾ അവർ ഈ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും പറയാത്തവരാണ്. അവർക്ക് ബൈബിൾ വായിച്ചാൽ അടിവരയിടാനുള്ള കുറേ വാക്യങ്ങൾ ബൈബിളുണ്ട്. പാവപ്പെട്ട കുറേ ആളുകൾ, പാസ്റ്റർമാർ, പാതിരിമാർ, ഉപദേശിമാർ, അച്ഛന്മാർ, അവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളുണ്ടല്ലോ, അത് പരിശോധിച്ചാൽ അടിവരയിട്ടിരിക്കുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. ചുവന്ന മഷിയുണ്ടും പച്ചമഷിയുണ്ടും കറുത്ത മഷിയുണ്ടും എല്ലാം അടിവര ധാരാളം ഇട്ടിട്ടുണ്ട്. നിന്റെ കാൽ ചവിട്ടുന്ന സ്ഥലമെല്ലാം നിനക്ക് അവകാശമായി തരും അടിവര.
അതുപോലെ തന്നെ നിന്നെ സ്വർഗത്തിലെ സകല കിളിവാതിലും തുറന്ന് മതിയാവോളം അനുഗ്രഹിക്കും അടിവര, നിന്നെ വാലല്ല തലയാക്കും അടിവര. നിങ്ങൾ അടിവരയിടാത്ത കുറെ വാക്യങ്ങൾ ബൈബിളിന് പറയാൻ പോവുകയാണ്. അല്ലയോ ധനവാന്മാരെ, നിങ്ങൾ കയ്യോ കഷ്ടം, നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ കൂലി എന്റെ അടുക്കൽ നിലവിളിക്കുന്നു.